കോവളം എം.എൽ.എ. വിൻസെന്റിനെതിരെ പോലീസ് കേസെടുത്തു. ആത്മഹത്യാ പ്രേരണ, സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറി എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. എം.എൽ.എയുടെ നിരന്തര പീഡനത്തിൽ മനം നൊന്ത് വീട്ടമ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുവെന്ന ഭർത്താവിന്റെ പരാതിയിന്മേലാണ് പോലീസ് കേസെടുത്തത്. നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വീട്ടമ്മയുടെ നില ഗുരുതരമാണ്. കോവളം എം.എൽ.എയായി എം വിൻസെന്റ് തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് നിരന്തരമായി ബാലരാമപുരം സ്വദേശിനിയായ വീട്ടമ്മയെ ഫോണിൽ വിളിച്ച് മോശം രീതിയിൽ സംസാരിച്ചു തുടങ്ങിയതെന്ന് ഭർത്താവ് പോലീസിൽ പരാതി നൽകി. മാനസിക പീഡനം വർദ്ധിച്ചതിൽ മനംനൊന്താണ് വീട്ടമ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്ന് ഭർത്താവ് പോലീസിൽ മൊഴി നൽകി. ശല്യം എം.എൽ.എ. ആയതിനു ശേഷം മുതൽ തുടങ്ങിയ ശല്യമാണ്. അതിനു മുമ്പ് എന്നോട് ഈ കാര്യങ്ങളൊന്നും തുറന്ന് കൂടുതലായിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നീടാണ് എൻ്റെ 2 ദിവസം മുമ്പാണ് പറഞ്ഞത്. ഫോണിൽ വിളിച്ച ശല്യം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിനെ വഴങ്ങാത്തത് കാരണം കടയിൽ കയറി ഒരു ദിവസം, പിന്നെ വീട്ടിൽ പോയി ഒരു ദിവസം ശല്യം ചെയ്തു. മരുന്ന് കഴിക്കാൻ നിരന്തരം ശല്യം കാരണമാണ്. ശല്യം നമുക്ക് ജീവിച്ചിരിക്കേണ്ട. എനിക്ക് ഇത്രയും നല്ലതായിട്ട് ജീവിച്ചിട്ട് ഈ 51-ാം വയസ്സിൽ ഞാൻ മോശക്കാരി എന്നുള്ള പേര് എനിക്ക് കേട്ട് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ്. ഭർത്താവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബാലരാമപുരം പോലീസ് എം.എൽ.എക്കെതിരെ കേസെടുത്തത്. ആത്മഹത്യാ പ്രേരണ, സ്ത്രീയോട് അപമര്യാദയായി പെരുമാറി, ഫോണിൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. എം.എൽ.എയുടെ ഭാഗത്തുനിന്ന് ഫോൺ വഴി ഭീഷണിപ്പെടുത്തലുണ്ടെന്നാണ് ഭർത്താവ് പറഞ്ഞത്. വേണമെങ്കിൽ ഇനിയിപ്പോൾ അവർക്കുള്ള മൊഴിയും കൂടെ എടുത്തെങ്കിലേ അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഫോൺ കസ്റ്റഡി എടുക്കണം. ബാക്കി അറിയണമെങ്കിൽ അന്വേഷണത്തിന് മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. മോശമുള്ള സംസാരിച്ചായിട്ട് പറയുന്നു. നേരത്തെ പോയി വിലക്കിയെന്ന് പറയുന്നു. പുള്ളി വീട്ടിൽ പോയി വിലക്കിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ആവർത്തിച്ചെന്നാണ് പറയുന്നത്. ഇന്ന് രാവിലെയാണ് വീട്ടമ്മ വിവിധയിനം ഗുളികകൾ കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. തുടർന്ന് നെയ്യാറ്റിൻകര സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വീട്ടമ്മ തീവ്രപരിചരണ വിഭാഗത്തിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ബോധം വീണ്ടെടുത്തതിനു ശേഷം ഇവരിൽ നിന്നും പോലീസ് മൊഴിയെടുക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്വാശ്രയ മെഡിക്കൽ കോഴ അഴിമതി വിവാദത്തിൽ ബി.ജെ.പി. അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. വർക്കലയിലെ സ്വാശ്രയ മെഡിക്കൽ കോളേജ് ഉടമ 150 മെഡിക്കൽ സീറ്റിനായി ബി.ജെ.പി. നേതാക്കളുമായി പറഞ്ഞുറപ്പിച്ചിരുന്നത് 15 കോടി രൂപയാണ് എന്നത് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി. പി.കെ. കൃഷ്ണദാസ് പക്ഷത്തെ പ്രമുഖ നേതാക്കൾ ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന RSS നേതാവിന്റെ ബന്ധു വഴിയാണ് കോഴ നൽകിയത് എന്നും അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അതേസമയം മെഡിക്കൽ കോഴ വിവാദത്തിൽ ശനിയാഴ്ച ചേരാനിരിക്കുന്ന ബി.ജെ.പി. യോഗത്തിൽ പൊട്ടിത്തെറിയുണ്ടാകാനാണ് സാധ്യത. സ്വാശ്രയ മെഡിക്കൽ കോളേജിന് കൂടുതൽ സീറ്റ് വാങ്ങി നൽകുന്നതിനായി ബി.ജെ.പി. സംസ്ഥാന നേതാക്കൾ കോടികൾ കോഴ വാങ്ങിയെന്ന വി. മുരളീധരപക്ഷം നേതാക്കളുടെ ആരോപണത്തിന്റെയും സംഭവത്തിൽ കോളേജ് ഉടമ നൽകിയ പരാതിയുടെയും അടിസ്ഥാനത്തിലാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത്. ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ.പി. ശ്രീശൻ, ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി എ.കെ. നസീർ എന്നീ 2-അംഗ കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. വർക്കലയിലെ സ്വാശ്രയ മെഡിക്കൽ കോളേജിന് 150 മെഡിക്കൽ സീറ്റ് വാങ്ങി നൽകാനായി പി.കെ. കൃഷ്ണദാസ് പക്ഷത്തെ നേതാക്കൾ പറഞ്ഞുറപ്പിച്ചത് 15 കോടി രൂപയായിരുന്നു. അതിൽ ആദ്യ ഗഡുവായ 5 കോടി രൂപ കോളേജ് ഉടമ ബി.ജെ.പി. സെല്ലിലെ നേതാവ് വഴി കൊടുത്തു. സെൽ നേതാവ് ഈ തുക ദില്ലിയിൽ ബി.ജെ.പിക്കായി ഇത്തരം കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്ന RSS നേതാവിന്റെ ബന്ധുവിന് കൈമാറിയെന്നും അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി. ബാക്കി 10 കോടി നൽകാത്തതിനാൽ 10 മെഡിക്കൽ സീറ്റ് നൽകിയാൽ മതിയെന്നും അത് വിറ്റ് താൻ തന്റെ കൺസൾട്ടൻസി ഫീസ് എടുക്കാമെന്നും ദില്ലിക്കാരൻ അറിയിച്ച വിവരവും അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. കോഴ ഇടപാടിൽ പല ബി.ജെ.പി. നേതാക്കളും ഈ ദില്ലി ബിനാമിയെ ഉപയോഗിച്ചിരുന്നു. ദില്ലി കേന്ദ്രീകരിച്ച് നടക്കുന്ന ഉപജാപങ്ങളിൽപ്പെട്ട ആളായതിനാലാണ് നേതാക്കൾ ഈ വ്യക്തി വഴി കാര്യങ്ങൾ നടത്തുന്നതെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു. കോഴ വിവാദത്തിൽ ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ നെയ്യാറ്റിൻകര സ്വദേശിയായ ഒരു ജീവനക്കാരനും ബി.ജെ.പി. സെൽ ഭാരവാഹിക്കും പങ്കുണ്ടെന്നും കമ്മീഷൻ കണ്ടെത്തിയിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് ഉടമ BDJS വഴിയാണ് സംഭവത്തിൽ കേന്ദ്ര നേതൃത്വത്തെ കൊണ്ട് അന്വേഷണം പ്രഖ്യാപിച്ചത്. കോഴയിൽ കൃഷ്ണദാസ് പക്ഷത്തെ പ്രമുഖരുടെ പേരുകൾ പരാമർശിക്കുന്ന റിപ്പോർട്ട് ശനിയാഴ്ച ആലപ്പുഴയിൽ ചേരുന്ന ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നേതാക്കൾക്കിടയിൽ പൊട്ടിത്തെറിയുണ്ടാക്കാനാണ് സാധ്യത. അതേസമയം വി. മുരളീധര പക്ഷത്തിനെതിരെയുള്ള പാലക്കാട് മെഡിക്കൽ കോളേജ് കോഴ അഴിമതി ഉയർത്തിക്കാട്ടി പ്രതിരോധിക്കാനാണ് കൃഷ്ണദാസ് പക്ഷത്തിന്റെ നീക്കം. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്വാശ്രയ മെഡിക്കൽ കോളേജിന് കൂടുതൽ സീറ്റുകൾ അനുവദിക്കുന്നതിനായി മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭ്യമാക്കാം എന്ന് ഉറപ്പു നൽകി കോഴ കൈപ്പറ്റിയ ബി.ജെ.പി. നേതാക്കൾക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. വിഷയം ബി.ജെ.പിയുടെ പാർട്ടി കമ്മിറ്റി അന്വേഷിക്കേണ്ട വിഷയമല്ല എന്നും കോടിയേരി പറഞ്ഞു. കേന്ദ്രഭരണത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ബി.ജെ.പി. നേതാക്കന്മാർ കോടിക്കണക്കിന് ഉറുപ്പികയുടെ അഴിവ് നടത്തുന്നു എന്ന് ബി.ജെ.പിക്ക് അകത്ത് തന്നെ ആരോപണം ഉയർന്നു വന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി എഴുതിക്കൊടുത്തുകൊണ്ടുള്ള ആരോപണം തന്നെ ചില ബി.ജെ.പി. നേതാക്കന്മാർ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ബി.ജെ.പിക്ക് തന്നെ ഒരു കമ്മിറ്റിയെ ഇതിൽ നിശ്ചയിക്കേണ്ടി വന്നു. കമ്മിറ്റി അന്വേഷിച്ച ആരോപണത്തിന് വസ്തുതയുണ്ട് എന്ന് കണ്ടെത്തിയതായിട്ടാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്.
ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ആക്ഷേപത്തിൻ്റെ പേരിൽ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുകയാണ് വേണ്ടത്. ഇതൊരു നിയമാനുസൃതമായ അന്വേഷണത്തിന് വിധേയമാക്കണം. അഴിമതി എന്നുള്ളതൊരു പാർട്ടി അന്വേഷിച്ച് മൂടിവെക്കേണ്ടുന്ന കാര്യമല്ല. വീട്ടമ്മയെ പീഡിപ്പിച്ചു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പ് കോവളം MLA M. വിൻസെന്റിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ ആവശ്യപ്പെട്ടു. വിൻസെന്റിന്റെ ശല്യം കൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് വന്നപ്പോഴാണ് ഞാൻ മരിച്ചു കളയുക, ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നൊരവസ്ഥയിൽ ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ എത്തിയത്. ആ വീട്ടമ്മയെ അങ്ങേയറ്റം ദ്രോഹിക്കുന്ന നിലപാടാണ് MLA സ്വീകരിച്ചത്. ഒരു MLA ഒരു പീഡനവീരനായി മാറുന്നത് ഒരിക്കലും ആരോഗ്യകരമായ ഒന്നല്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുക്കണം, ഉടൻ അറസ്റ്റ് ചെയ്യണം അദ്ദേഹത്തെ. അതാണ് ഞങ്ങൾ പ്രധാനമായി ആവശ്യപ്പെടുന്നത്. നഴ്സിംഗ് സമരം ഒത്തുതീർപ്പാക്കാൻ ഹൈക്കോടതി നിയോഗിച്ച മധ്യസ്ഥതാ സമിതി നടത്തിയ ശ്രമം പരാജയപ്പെട്ടു. നഴ്സുമാരും ആശുപത്രി മാനേജ്മെന്റുകളും മുൻ നിലപാടിൽ ഉറച്ചു നിന്നതോടെയാണ് മധ്യസ്ഥ ചർച്ച പരാജയപ്പെട്ടത്. നാളെ കൂട്ട അവധിയെടുത്ത് പ്രതിഷേധിക്കുമെന്ന് നഴ്സുമാരുടെ സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. ശമ്പളം വർദ്ധിപ്പിക്കില്ലെന്ന നിലപാടിൽ ആശുപത്രി മാനേജ്മെന്റുകൾ ഉറച്ചുനിന്നതോടെ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. സമരം ചെയ്യാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു UNA കോടതിയെ സമീപിച്ചത്. ഇതേ തുടർന്ന് പ്രശ്നത്തിൽ സമവായമുണ്ടാക്കാൻ ഹൈക്കോടതി മധ്യസ്ഥ സമിതിയെ നിയോഗിച്ചു. മുതിർന്ന അഭിഭാഷകരടങ്ങുന്ന മധ്യസ്ഥ സമിതി UNA പ്രതിനിധികളെയും ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളെയും ചർച്ചയ്ക്ക് വിളിക്കുകയായിരുന്നു. അടിസ്ഥാന ശമ്പളം 20,000 രൂപയാക്കണമെന്ന ആവശ്യത്തിൽ നഴ്സുമാർ ഉറച്ചുനിന്നു. എന്നാൽ സർക്കാർ പ്രഖ്യാപിച്ച 17,200 രൂപ മാത്രമേ നൽകാനാവൂ എന്നായിരുന്നു മാനേജ്മെന്റ് നിലപാട്. ഇരുകൂട്ടരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്തതിനാൽ ചർച്ച പരാജയപ്പെടുകയായിരുന്നു. നാളെ കൂട്ടയവധിയെടുത്ത് പ്രതിഷേധിക്കുമെന്ന് നഴ്സുമാരുടെ സംഘടനാ പ്രതിനിധികൾ ചർച്ചയ്ക്ക് ശേഷം അറിയിച്ചു. ഉള്ളവരെ വെച്ച് ആശുപത്രി പ്രവർത്തിപ്പിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികളും പറഞ്ഞു. അതേസമയം പ്രശ്നപരിഹാരത്തിനായി മുഖ്യമന്ത്രി നാളെ നഴ്സുമാരുമായി ചർച്ച നടത്തും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സുപ്രീംകോടതി ഉത്തരവ് പ്രകാരമുള്ള ശമ്പളം നഴ്സുമാർക്ക് നൽകണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ ലോക്സഭയിൽ പറഞ്ഞു. ഇക്കാര്യം ഉറപ്പുവരുത്തേണ്ടത് അതാത് സംസ്ഥാന സർക്കാരുകളാണ്. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ ശമ്പള വിഷയത്തിൽ ആവശ്യമെങ്കിൽ ഇടപെടുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ നഴ്സസ് സമരം ശൂന്യവേളയിൽ MPമാർ അവതരിപ്പിച്ചതിനെ തുടർന്നാണ് കേന്ദ്രമന്ത്രി മറുപടി പറഞ്ഞത്. ചോദ്യം ചെയ്യലിൽ ജാമ്യമില്ലാ കുറ്റങ്ങൾ ചെയ്തതായി ബോധ്യമായാൽ അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോയെ അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമില്ല എന്ന് ഹൈക്കോടതി. എന്നാൽ അഭിഭാഷകനെതിരെ നിലവിൽ ജാമ്യം ലഭിക്കാവുന്ന കുറ്റം മാത്രമേ ചുമത്തിയിട്ടുള്ളൂ എന്ന് കോടതി വിലയിരുത്തി. നാളെ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകുമെന്ന് പൾസർ സുനിയുടെ മുൻ അഭിഭാഷകനായ അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോ കോടതിയെ അറിയിച്ചു. ഇതിനെ തുടർന്ന് മുൻകൂർ ജാമ്യ ഹർജി കോടതി തീർപ്പാക്കി. കേസ് ഡയറി വിശദമായി പരിശോധിച്ച കോടതി ജാമ്യം ലഭിക്കാവുന്ന കുറ്റം മാത്രമേ ഇതുവരെ അഭിഭാഷകനെതിരെ ചുമത്തിയിട്ടുള്ളൂ എന്ന് വിലയിരുത്തി. ചോദ്യം ചെയ്യുമ്പോൾ ജാമ്യമില്ലാ കുറ്റകൃത്യങ്ങൾ നടത്തിയതായി കണ്ടെത്തിയാൽ അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമില്ലെന്നും കോടതി വ്യക്തമാക്കി. നാളെ രാവിലെ 11 മുമ്പായി അന്വേഷണ സംഘത്തിനു മുമ്പാകെ ഹാജരാകാൻ തയ്യാറാണെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ഇതോടെയാണ് കോടതി ഹർജി തീർപ്പാക്കിയത്. പോലീസിന്റെ നടപടി അഭിഭാഷക സമൂഹത്തെ മൊത്തം ബാധിക്കുന്നതാണെന്ന പ്രതീഷ് ചാക്കോയുടെ വാദം കോടതി തള്ളി. മുൻകൂർ ജാമ്യ ഹർജിയെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു. പ്രതീഷ് ചാക്കോ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. അഭിഭാഷകന്റെ മൊഴി ഒരിക്കൽ രേഖപ്പെടുത്തിയിരുന്നു. പൾസർ സുനി മൊബൈൽ ഫോൺ തനിക്ക് കൈമാറിയ വിവരം ആദ്യ മൊഴിയെടുപ്പിൽ അഭിഭാഷകൻ സമ്മതിച്ചു. എന്നാൽ മൊബൈൽ ഫോൺ പോലീസിന് കൈമാറാൻ അഭിഭാഷകൻ തയ്യാറാകുന്നില്ലെന്നും പ്രോസിക്യൂഷൻ വാദത്തിനിടെ അറിയിച്ചു. പ്രതീഷ് ചാക്കോയുടെ ജൂനിയർ അഭിഭാഷകനായ രാജു ജോസഫിൽ നിന്നും ഒരു മെമ്മറി കാർഡ് പിടിച്ചെടുത്തിട്ടുണ്ട്. അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. മുൻകൂർ ജാമ്യ ഹർജി കോടതി തീർപ്പാക്കിയ സാഹചര്യത്തിൽ ഇനി പോലീസിന് അഭിഭാഷകനെ ചോദ്യം ചെയ്യുകയോ ആവശ്യമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ ചെയ്യാം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദിലീപിന്റെ ഡി സിനിമാസ് കയ്യേറ്റ ഭൂമി ഈ മാസം 27-ന് അളന്നു തിട്ടപ്പെടുത്താൻ തീരുമാനം. ഇത് സംബന്ധിച്ച് ദിലീപ് ഉൾപ്പെടെ 7 പേർക്ക് നോട്ടീസ് അയച്ചു. തൃശൂർ ജില്ലാ സർവേ സൂപ്രണ്ടാണ് നോട്ടീസ് അയച്ചത്. ഡി സിനിമാസ് നിർമ്മാണത്തിനായി സർക്കാർ ഭൂമി കയ്യേറിയെന്ന കളക്ടറുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതോടെയാണ് ഇത് പരിശോധിക്കാൻ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നത്. ഈ മാസം 27-ന് ഭൂമി ഇളക്കുമെന്ന് ചൂണ്ടിക്കാട്ടി തൃശൂർ ജില്ലാ സർവേ സൂപ്രണ്ട് ദിലീപ് ഉൾപ്പെടെ 7 പേർക്ക് നോട്ടീസ് നൽകി. ദിലീപിന് പുറമെ ഡി സിനിമാസിനോട് ചേർന്ന് ഭൂമിയുള്ള 6 പേർക്കാണ് നോട്ടീസ് നൽകിയത്. കയ്യേറ്റം സ്ഥിരീകരിച്ച തൃശൂർ ജില്ലാ കളക്ടർ റവന്യൂ മന്ത്രിക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ കയ്യേറ്റം സംബന്ധിച്ച രേഖകൾ പരിശോധിക്കുകയെന്നത് സങ്കീർണമാണെന്ന് വ്യക്തമാക്കിയിരുന്നു. ദേവസ്വം ഭൂമിയിൽ സ്വകാര്യ വ്യക്തിക്ക് ജന്മാവകാശം ലഭിച്ചതും കരമടച്ചതും ഉൾപ്പെടെ ദുരൂഹമാണെന്ന് കണ്ടെത്തി. വെറും പാട്ടഭൂമി വ്യക്തികളുടെ കയ്യിലെത്തിയതും പോക്കുവരവ് ചെയ്തതും സംബന്ധിച്ച വിശദമായ പരിശോധന വേണമെന്ന് കളക്ടർ വ്യക്തമാക്കിയിരുന്നു. രേഖകളിൽ പലതും കണ്ടെത്താൻ സാധിക്കാത്ത സ്ഥിതി നിലനിൽക്കുമ്പോഴാണ് കയ്യേറ്റ ഭൂമി അളന്നു തിട്ടപ്പെടുത്താൻ ജില്ലാ സർവേ സൂപ്രണ്ട് നോട്ടീസ് നൽകിയത്. ദിലീപിന് നേരിട്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ഡി സിനിമാസിന്റെ ഭൂമി സംബന്ധിച്ച കൈവശമുള്ള രേഖകളുമായി പ്രതിനിധികളെ ഹാജരാക്കാനാണ് നിർദ്ദേശം.
ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദിലീപിന്റെ കുമരകത്തെ ഭൂമിയിൽ റവന്യൂ സംഘം പരിശോധന നടത്തി. കോട്ടയം ജില്ലാ സർവേ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കയ്യേറ്റ ഭൂമി യാതൊരു തടസ്സവുമില്ലാതെ ദിലീപിന് എങ്ങനെ വിറ്റഴിച്ചു എന്നതും റവന്യൂ വകുപ്പ് പരിശോധിക്കും. ദിലീപിന്റെ കുമരകത്തെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ റവന്യൂ മന്ത്രി കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു. പ്രാഥമിക രേഖകൾ പരിശോധിച്ച കളക്ടർ അടിയന്തരമായി അന്വേഷിച്ച് വസ്തുത അറിയിക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് ജില്ലാ സർവേ സൂപ്രണ്ട് വിനോദ് ഉൾപ്പെട്ട 8-അംഗ സംഘം കുമരകത്തെ ഭൂമിയിൽ പരിശോധന നടത്തിയത്. കയ്യേറ്റം ഉൾപ്പെടുന്ന പ്രദേശമടക്കം കണ്ട് ബോധ്യപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതിന്റെ ചിത്രങ്ങളും പകർത്തിയിട്ടുണ്ട്. ഈ വിവരങ്ങൾ ജില്ലാ കളക്ടർക്ക് നൽകുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. സർവേയുടെ ജില്ലാ സൂപ്രണ്ട് എന്ന നിലയിൽ എന്നോട് വിളിച്ചിട്ട് വില്ലേജ് കൂട്ടി സ്ഥലം എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതിന്റെ ലൊക്കേഷൻ സംബന്ധിച്ചൊരു ഫോട്ടോ നമ്മുടെ മൊബൈലിനകത്ത് എടുത്തുകൊണ്ട് കറക്റ്റായി കാണിക്കണമെന്ന് മാത്രം എൻ്റെ അടുത്ത് പറഞ്ഞത്. വേമ്പനാട്ട് കായലിന്റെ തീരത്ത് കൊഞ്ചുമട നസ്രത്ത് പള്ളിക്ക് സമീപം മാതൃകാ കായൽ എന്നറിയപ്പെടുന്ന ഭാഗത്താണ് 2005 വാങ്ങിയ സ്ഥലം 2007 മുംബൈ സ്വദേശിക്ക് ദിലീപ് വിറ്റത്. 3 ഏക്കർ 31 സെന്റ് വരുന്നതായിരുന്നു ഭൂമി. സെന്റിന് 70,000 രൂപ നിരക്കിൽ വാങ്ങിയ ഭൂമി 2 വർഷത്തിനുള്ളിൽ സെന്റിന് 4,80,000 രൂപയ്ക്കാണ് ദിലീപ് മറിച്ചുവിറ്റെന്നാണ് രേഖകൾ. ദിലീപിന്റെ ഭൂമി കയ്യേറ്റ ഭൂമിയാണെന്ന പരാതി നേരത്തെ നിലവിലുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ കയ്യേറ്റമുണ്ടെന്ന് കണ്ടെത്തിയ ഭൂമി യാതൊരു തടസ്സവുമില്ലാതെ ദിലീപിന് എങ്ങനെ വിറ്റഴിക്കാൻ കഴിഞ്ഞു എന്നതിലും ദുരൂഹതയുണ്ട്. ഇക്കാര്യങ്ങൾ ഉൾപ്പെടുന്ന പ്രാഥമിക റിപ്പോർട്ട് 3 ദിവസത്തിനകം തന്നെ കോട്ടയം ജില്ലാ കളക്ടർ സർക്കാരിന് സമർപ്പിക്കും. ടി.പി. പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. നടിമാരെ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല എന്ന് SP AV ജോർജ്. അന്വേഷണത്തിന്റെ 2ാം ഘട്ട ചാർജ് ഷീറ്റ് തയ്യാറാക്കുന്നതേയുള്ളൂ. ദിലീപിന്റെ ജാമ്യാപേക്ഷയെ കോടതിയിൽ എതിർക്കുമെന്നും AV ജോർജ് ആലുവയിൽ പറഞ്ഞു. അന്വേഷണത്തിന്റെ ചാർജ് ഷീറ്റ് ഇപ്പോൾ രണ്ടാമത്തെ സെക്ഷനിലുള്ള കേസിൽ ചാർജ് ഷീറ്റ് കൊടുക്കാറായി വരുന്നുള്ളൂ. ആ സമയത്ത് ആര് സാക്ഷിയാവുന്ന കാര്യം അന്വേഷണ ടീമായിരുന്നു. ജാമ്യം കൊടുക്കാൻ 2011 നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവത്തിൽ പോലീസ് നടിയുടെ മൊഴി രേഖപ്പെടുത്തി. തിരുവനന്തപുരത്ത് നടിയുടെ വീട്ടിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. തന്നെ തട്ടിക്കൊണ്ടുപോകാൻ എത്തിയ വാഹനത്തിൽ പൾസർ സുനി ഉൾപ്പെടെ 2 പേർ ഉണ്ടായിരുന്നുവെന്ന് നടി പോലീസിന് മൊഴി നൽകി. 2011 ജനുവരി 5-ന് തലസ്ഥാനവാസിയായ പഴയകാല നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവത്തിലാണ് പോലീസ് മൊഴിയെടുത്തത്. തിരുവനന്തപുരത്തെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥർ നടിയുടെ വീട്ടിൽ വെച്ച് സംഭവത്തിന്റെ വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞു. സംഭവത്തിൽ പരാതി നൽകിയ നടിയുടെ ഭർത്താവിൽ നിന്നും പോലീസ് കാര്യങ്ങൾ തിരക്കി. നടി പോലീസിന് നൽകിയ മൊഴി ഇങ്ങനെ: 2011 ജനുവരി 5-ന് രാത്രിയാണ് ഞാൻ ജോണി സാഗരികയുടെ ഓർക്കുട്ട ഒരു ഓർമ്മക്കൂട്ട എന്ന ചിത്രത്തിൽ അഭിനയിക്കാനായി കൊച്ചിയിലെത്തിയത്. കൊച്ചി സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഞാൻ ഹോട്ടലിലേക്കുള്ള വാഹനത്തിനായി കാത്തുനിന്നു. എൻ്റെ അടുത്ത് ഒരാൾ വന്ന് ഹോട്ടലിലേക്ക് പോകാൻ വണ്ടി റെഡിയാണ്, നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞു. ഒരു ടെമ്പോ ട്രാവലറിൻ്റെ ഡോർ തുറന്ന ആ വ്യക്തി അതിലേക്ക് കയറാനും ഇതാണ് പോകേണ്ട വണ്ടിയെന്നും അറിയിച്ചു. ട്രാവലറാണോ അറേഞ്ച് ചെയ്തത്, കാറില്ലേ എന്ന് ചോദിച്ച് എന്നോട് ഹോട്ടലിൽ നിന്ന് അയച്ചത് ഈ വാഹനമാണെന്നും അയാൾ പറഞ്ഞു. ഹോട്ടൽ ഹമദയിലെ വാഹനമാണ് ഇത് എന്ന് ആ വ്യക്തി പറഞ്ഞപ്പോൾ സംശയം തോന്നിയ ഞാൻ പ്രൊഡ്യൂസറെ ഫോണിലേക്ക് വിളിച്ച് കാര്യമറിയിച്ചു. പിന്നീട് ആ വാഹനത്തിൽ പ്രൊഡ്യൂസറുടെ നിർദ്ദേശപ്രകാരം ഹോട്ടലിലേക്ക് യാത്ര തുടർന്നു. വാഹനം ഹോട്ടലിലെത്താതെ നഗരത്തിലൂടെ പലതവണ കറങ്ങി. ചില ഇടറോഡുകളിലൂടെയും വാഹനം കൊണ്ടുപോയി. ഭയന്ന് വിറച്ച ഞാൻ വിവരം ഭർത്താവിനെയും പ്രൊഡ്യൂസറെയും അറിയിച്ചു. ഞാൻ പലതവണ ഫോണിൽ ബന്ധപ്പെടുന്നത് കണ്ട് സംശയം തോന്നിയ ആ വാഹനത്തിലെ ഡ്രൈവറായിരുന്ന പൾസർ സുനി എന്നെ ഹോട്ടലിന് മുന്നിലിറക്കി വാഹനവുമായി കടന്നുകളയുകയായിരുന്നു. ആ വാഹനത്തിൽ പൾസർ സുനിയെ കൂടാതെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. റമദ ഹോട്ടലിൽ തിരക്കിയപ്പോൾ തനിക്ക് അവിടെ റൂം ബുക്ക് ചെയ്തിട്ടില്ല എന്ന വിവരം ഹോട്ടലിൽ നിന്ന് ലഭിച്ചു. പിന്നീടാണ് സംഭവത്തിൽ നടിയുടെ ഭർത്താവ് കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. എന്നാൽ പരാതി നൽകി വർഷങ്ങൾ കഴിഞ്ഞിട്ടും കേസിൽ പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും നടിയും ഭർത്താവും പോലീസിനോട് വ്യക്തമാക്കി. മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി അന്വേഷണ സംഘം പൾസർ സുനിയെ ചോദ്യം ചെയ്യുക. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പൾസർ സുനിയെ 8 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്ന് പോലീസ്. 2011 നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലാണ് സെൻട്രൽ പോലീസ് എറണാകുളം CJM കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകിയത്. സിബി ജോസഫ്, മറ്റു വിവരങ്ങൾ കൂടി. അരുൺ, പൾസർ സുനിയെ ഇപ്പോൾ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇപ്പോൾ ഈ 2011 മറ്റൊരു നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഇപ്പോൾ 5 ദിവസം പോലീസ് കസ്റ്റഡിയിൽ നൽകിക്കൊണ്ട് ഉത്തരവായിരിക്കുന്നത്. ഉടൻ തന്നെ പൾസർ സുനിയെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോവുക. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലാണ് ഈ പരാതി എത്തിയത്. ജോണി സാഗരിക പരാതിയുമായി എത്തിയത്. എന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൾസർ സുനി അടക്കം 5 പ്രതികളാണുള്ളത്. ഇവരെ കൂടുതൽ
ചോദ്യം ചെയ്യണമെന്നും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണമെന്നും പോലീസ് കോടതിയിൽ ആവശ്യപ്പെടുകയുണ്ടായി. കൂടാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഈ നടിയെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ച ഈ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഈ പ്രതികളെ തെളിവെടുക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. മാത്രമല്ല അന്ന് ഉപയോഗിച്ച ടെമ്പോ ട്രാവലർ വാഹനം തമിഴ്നാട്ടിലേക്ക് കടത്തിയതായി പോലീസ് ഇന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അവിടെയും പ്രതിയെ കൊണ്ടുപോയി തെളിവെടുക്കേണ്ടതുണ്ട്. കൂടാതെ ഈ കേസിൽ മറ്റ് ആരെങ്കിലും ഉണ്ടോ എന്നും പോലീസിന് അന്വേഷിക്കേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രധാനമായും പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്ന് പൾസർ സുനിയെ വേണമെന്ന് ആവശ്യപ്പെട്ടത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പോലീസിന്റെ വാദം അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ച കോടതി ഇപ്പോൾ 5 ദിവസം ഇപ്പോൾ പോലീസ് കസ്റ്റഡി വിട്ടിരിക്കുകയാണ്. 8 ദിവസമാണ് ചോദിച്ചത്, എങ്കിലും 5 ദിവസം പോലീസ് കസ്റ്റഡിയിൽ പൾസർ സുനിയെ വിട്ടു നൽകിയിരിക്കുകയാണ്. അരുൺ, സ്വകാര്യതയിന്മേലുള്ള അവകാശം പരമമായ അവകാശമല്ല എന്ന് സുപ്രീം കോടതി. 9-അംഗ ഭരണഘടനാ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം. ആധാറിൽ വാദം നാളെയും തുടരും. എം സന്തോഷ് ദില്ലിയിൽ നിന്ന്. സന്തോഷ്, ഈ മൗലികമായ അവകാശമാണോ ഇത് എന്നായിരുന്നല്ലോ പ്രധാനമായും സുപ്രീം കോടതി പരിശോധിച്ചിരുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ കോടതിയുടെ നിരീക്ഷണം? അരുൺ, ആധാർ കാർഡുമായി ബന്ധപ്പെട്ട കേസിൽ സ്വകാര്യത മൗലികാവകാശമാണോ എന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 9-അംഗ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കുന്നത്. സ്വകാര്യത മൗലികാവകാശമാണെന്ന വാദത്തിന് അനുകൂലമായിരുന്നു ബെഞ്ചിൽ ഉൾപ്പെട്ട ചില ജഡ്ജിമാരുടെ ഇന്നത്തെ നിരീക്ഷണങ്ങൾ. ആധാറിനെതിരായ ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകരായ ഗോപാൽ സുബ്രഹ്മണ്യം, സോളി സൊറാബ്ജി എന്നിവർ സ്വകാര്യതയ്ക്കുള്ള അവകാശം സർക്കാരിന്റെ അനുകൂലമല്ലെന്ന് വാദിച്ചു. സ്വകാര്യത മറ്റ് അവകാശങ്ങളുടെ നിഴലിൽ നിൽക്കേണ്ട കാര്യമല്ല, ഭരണഘടന ഉറപ്പു നൽകുന്ന സവിശേഷ അധികാരമായ സ്വാതന്ത്ര്യത്തിന്റെ പ്രധാന ഘടകമാണെന്നും വാദമുണ്ടായി. സ്വകാര്യതയില്ലെങ്കിൽ മറ്റ് അവകാശങ്ങൾ നിറവേറ്റാൻ കഴിയില്ലെന്ന് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ നിരീക്ഷിച്ചു. എഴുതപ്പെട്ട ഭരണഘടനയുള്ള പരമാധികാര രാജ്യത്ത് സ്വകാര്യതയ്ക്കുള്ള അവകാശമില്ലെന്ന വാദം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ബെഞ്ച് വ്യക്തമാക്കി. എന്നാൽ സ്വകാര്യതയ്ക്കുള്ള അവകാശം പരമമായ അവകാശമല്ലെന്നാണ് ചീഫ് ജസ്റ്റിസ് ജെ എസ് കഹാർ ഇന്ന് വാദം പൂർത്തിയാകുന്നതിന് മുൻപ് പരാമർശിച്ചത്. സ്വകാര്യതയ്ക്കുള്ള അവകാശം പരമമായ അവകാശമല്ല, ഇത് മൗലിക അവകാശമായി വെക്കാമെങ്കിലും എല്ലാ കാര്യങ്ങളും സ്വകാര്യതയ്ക്കുള്ള അവകാശത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കേസിൽ വാദം കേൾക്കുന്നത് നാളെയും തുടരും. ഈ ആധാർ കേസുകൾ എത്ര ജഡ്ജിമാർ ഉൾപ്പെട്ട ബെഞ്ച് പരിഗണിക്കണം എന്ന കാര്യം ഈ കേസിന്റെ തീരുമാനത്തിന് ശേഷമാകും ഉണ്ടാവുക എന്ന് നേരത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരുന്നല്ലോ. അത് ഈ നാളത്തെ വാദം കൂടി പൂർത്തിയായതിനു ശേഷമാകുമോ ഉണ്ടാവുക? അരുൺ, ഈ 9-അംഗ ഭരണഘടനാ ബെഞ്ച് ഇപ്പോൾ പരിഗണിക്കുന്ന വിഷയം ആധാർ കേസ് മറ്റ് സർക്കാർ ആനുകൂല്യങ്ങൾക്കുള്ള നിർബന്ധിത രേഖയാക്കി മാറ്റുന്നതിന് എതിരായ ഹർജിയിൽ അതിലുള്ള വാദം കേൾക്കലല്ല തുടരുന്നത്. ഈ 9-അംഗ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കുന്നത് ഒരൊറ്റ വിഷയമാണ്. അതായത് സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണോ എന്നുള്ള വിഷയം മാത്രമാണ് പരിശോധിക്കുന്നത്. നേരത്തെയുള്ള സുപ്രീം കോടതിയുടെ ചില വിധികൾ ഈ സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമല്ല എന്നുള്ള തരത്തിലാണ് സുപ്രീം കോടതി നേരത്തെയുള്ള ചില വിധികളുള്ളത്. എന്നാൽ പ്രത്യേക സാഹചര്യത്തിലാണ് വീണ്ടും കോടതി ഇതിന്റെ നിയമപരമായ സാധുത പരിശോധിക്കുന്നത്. ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതിന് ശേഷം ആധാറുമായി ബന്ധപ്പെട്ട ഹർജികൾ, ആധാർ സർക്കാർ സേവനങ്ങൾക്കുള്ള നിർബന്ധിത രേഖയാക്കി മാറ്റിയതിനെതിരായ ഹർജികളിൽ ബെഞ്ച് വാദം കേൾക്കും.